കളങ്കാവൽ സിനിമയിലെ കഥാപാത്രം മമ്മൂട്ടി നൽകിയ സമ്മാനമാണെന്ന് വിനായകൻ. ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് ചിത്രത്തിലെ കഥാപാത്രമെന്നും അതൊട്ടും ലൗഡല്ലെന്നും വിനായകൻ പറഞ്ഞു. മമ്മൂക്ക തന്നെ പറയുന്നു വിനായകനെ വെച്ച് ചെയ്യിക്കാമെന്ന. ജന്മത്തിലെ ഭാഗ്യങ്ങളാണിതെല്ലാം. മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് കഥാപാത്രമായി ഇത്രയും വലിയ സിനിമയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. വളരെ എളുപ്പമാണ് മമ്മൂക്കയുമായി വർക്ക് ചെയ്യാൻ. പുറത്ത് ആളുകൾ പറയുന്ന പോലെയല്ല, ഭയങ്കര ഈസിയാണ്. ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിൽ അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചു. അത്രയൊന്നും പറയണ്ട, അല്ലെങ്കിൽ ഇത്രയും പറയണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വളരെയധികം ഉപകരിച്ചു. ചിത്രത്തിൽ വിനായകൻ നായകനോ അതോ വില്ലനോ എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകി. മമ്മൂക്കയുടെയും തന്റെയും കഥാപാത്രങ്ങളുടെ സ്വഭാവം ഒന്നാണ്. മമ്മൂട്ടി സാർ ചെയ്യുന്ന കഥാപാത്രത്തിന് സാറിൻ്റെതായ സത്യങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന് എന്റേതായ സത്യങ്ങളുമുണ്ട്. പക്ഷെ ഞാനൊരു സിസ്റ്റത്തിന്റെ ആളാണ്. നിറയെ സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ച് വിനായകൻ പറഞ്ഞു. കളങ്കാവലിലെ തന്റെ കഥാപാത്രം ഒട്ടും ലൗഡല്ലെന്നും വിനായകൻ വ്യക്തമാക്കി. എനിക്ക് ലൗഡായി അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പിടിച്ചു നിർത്തി അഭിനയിക്കുന്നത് കുറച്ച് സ്ട്രെയിനാണ്. എന്നെ വളരെ വലുതായ രീതിയിൽ കമാൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. സിനിമകളുടെ ഇടവേളകളിൽ പൊതു ഇടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നതിനെ കുറിച്ചും വിനായകൻ മനസ്സു തുറന്നു. സിനിമയുടെ ബിസിനസ് അതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറുള്ളത്. എനിക്ക് ജനങ്ങളോട് സംസാരിക്കാൻ അറിയില്ല, ഒന്നും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല. അതെല്ലാം എന്റെ കുറെ പ്രശ്നങ്ങൾ കാരണമാണ്. അതൊന്നും പബ്ലിക്കായിട്ട് വന്ന് കാണിക്കണ്ട എന്ന് കരുതിയാണ് പൊതുവേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. താല്പര്യമില്ല എന്നല്ല, താല്പര്യമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. 10 പേർ നിൽക്കുമ്പോൾ 2 പേർ എന്നെ തോണ്ടും. എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും, പിന്നെ അത് പ്രശ്നമാകും. അതിനേക്കാൾ ഏറ്റവും നല്ലത് വീട്ടിലിരിക്കുക എന്നതാണ്. ഇടയ്ക്ക് ഞാൻ ഗോവയിൽ പോയി താമസിക്കാറുണ്ട്. അവിടെ എനിക്ക് സ്കൂട്ടർ ഓടിച്ച് പുറത്ത് സഞ്ചരിക്കാം. ആരും എന്നെ അറിയുന്നില്ല. ചിലർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അവിടുത്തെ ആളുകൾ വേറെ ഒരു രീതിയാണ്. ശാന്തരാണ്, എന്നാൽ ഡൈനാമിക്സും ഉണ്ട്. എനിക്ക് അതാണിഷ്ടം. ഇവിടെയാകുമ്പോൾ രണ്ടിനും ഇടയ്ക്ക് നിൽക്കേണ്ടി വരും. എനിക്കത് വയ്യ. വിനായകൻ എന്ന വ്യക്തിക്ക് ഒരു സ്വകാര്യത വേണം, വിനായകൻ പറഞ്ഞു. ശരിക്കും എനിക്ക് ആൾക്കൂട്ടത്തെ കാണുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പൊതുവേദികളിലും ആൾക്കാരുടെ ഇടയിലേക്കും വരാത്തത്. ആളുകളുടെ ഇടയിലെത്തുമ്പോൾ എനിക്ക് എന്നെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. അത് ശരിക്കും എന്റെ പ്രശ്നമാണ്. പുറത്തിറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് അതിന്റെ യഥാർത്ഥ സത്യം. അല്ലാതെ ഞാൻ നാട്ടുകാരെ വിട്ടിട്ട് ഓടുന്നതല്ല. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല. എന്റെ ഒരു കഴിവുകേടാണത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ആരോടും ദേഷ്യമില്ല, വിനായകൻ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.